ഹായ് ഹലോ. അപ്പം ഞങ്ങൾ മൂൺ വാക്ക് കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞാൽ ഒരു 80s 90s കാലഘട്ടം സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല ബ്രില്യൻ ഡയറക്ഷൻ. എന്താ പറയുക, ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കര രസമായിട്ടുള്ള. ഞാൻ എല്ലാം പറയുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം. കാരണം ഡീറ്റെയിലിംഗ് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഡീറ്റെയിലിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാട്ടോ. ഒരു ഭയങ്കര നമുക്ക് രോമാഞ്ചം കൊള്ളുന്ന ക്ലൈമാക്സ് ആണ്. മ്യൂസിക്കും ഡാൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഈ എലമെന്റ്സ് ഒക്കെ ഈ ഒരു എന്താ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് പോലും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതിൽ ഞാൻ വുമൻസ് ഹോസ്റ്റലൊക്കെ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ വുമൻസ് ഹോസ്റ്റലിൽ ഈ ഫോൺ എന്ന് പറയുന്ന ഇൻകമ്മിങ് കോൾസ് മാത്രമേ പറ്റുള്ളൂ. മറ്റത് ഈ ഡയൽ ചെയ്യുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. ആ ഒരു ലോക്ക് ഉണ്ട് ഇങ്ങനെ, അത് വാർഡൻ്റെ കയ്യിലായിരിക്കും അതിൻ്റെ ചാവി ഉണ്ടാവുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലുള്ള കിടിലം ഫുഡുകൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ റോസ് മിൽക്ക് അവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഡീറ്റെയിലിങ്, ആ ഒരു കാലഘട്ടത്തിൽ അത്രയും ഡീറ്റെയിലിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ബ്രില്യൻ ഡയറക്ഷൻ. എന്താ പറയണത്, ഒരു എന്താ പറയുക, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പടം. ഒരു ജിംഖാനയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. എന്താ പറയണത്, മിസ് ചെയ്യരുത്, തിയേറ്ററിൽ പോയി കാണുന്ന അടിപൊളി പടം കേട്ടോ. സൂപ്പർ. പക്ഷെ ഡാൻസ് എന്ന് പറയുന്ന ഒരു നമുക്ക് പൊതുവെ എന്നുവെച്ചാൽ പയ്യന്മാർക്കാണെങ്കിലും പെൺപിള്ളേർക്കാണെങ്കിലും ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഭയങ്കര ഒരു നൊസ്റ്റാണ് നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ. കാരണം നമ്മൾ മുമ്പ് ഡാൻസ് കളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോഴും എപ്പോഴും നമുക്ക് വരുന്ന ഒരു ഫീലുണ്ട്. ആ ഒരു ആർട്സ് ഡേ അല്ലെങ്കിൽ അതൊക്കെ ഒരു പഴയ കാലത്തോട്ട് നമ്മൾ പോയി. നമ്മൾ ഭയങ്കര വയസ്സായെന്നല്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് ആ ഒരു ഭയങ്കരമായ ഫീല് കിട്ടും. പിന്നെ ഇതിൽ എനിക്ക് എടുത്ത് പറയാൻ തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ വർക്കാണെങ്കിലും കളറിങ്, ആർട്ട് ഇപ്പോൾ ചാരു പറഞ്ഞ പോലെ ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലുള്ള ചില എലമെന്റ്സ് എന്നൊക്കെ പറയണത് നമുക്ക് കറക്റ്റ് ഇതാണ് സാധനം, ഇനി ഇതിനപ്പുറം ഇപ്പുറം ഇല്ല. ആ ഒരു നീറ്റായിട്ട്. പിന്നെ ഇതിൽ ഇപ്പം നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിഷേ പോലെ ആവുമോ എന്നുള്ള വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെ പറയാം, ഇപ്പോൾ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ആണെന്നൊക്കെ ഉള്ള ഒരു ഫീലിംഗ് നമുക്ക് ട്രെയിലറിൽ കിട്ടുന്നുണ്ട്. അപ്പം അതിലൊരു അങ്ങനെ ഒരു ഇത്, പക്ഷെ ഒരു ക്ലിഷയും ഇല്ല. ക്ലിഷ എന്നൊരു സാധനമേ ഇതിൽ ക്ലീ പോലും ഇല്ല. കാരണം ഭയങ്കര നാച്ചുറൽ. അനാവശ്യമായിട്ടുള്ള ഡയലോഗോ സീനോ വെറുതെ ഇപ്പം ഈ ചിലപ്പോൾ ചുമ്മാ ഗുമ്മൻ ഇങ്ങനെ ഹൈലൈറ്റ് ആവും, മറ്റേ അറച്ചാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പൊക്കി അടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഈ സിനിമയിലില്ല. ഭയങ്കര നീറ്റാണ്. സിനിമ ഒരു സ്ലോ പേസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലോ പേസ് ആണ് സിനിമ, പക്ഷേ ഭയങ്കര ഇമോഷണലി നമ്മളെ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ഇമോഷണലിയും നമ്മൾ ഈ ഗൂസ് ബംസ് മൂവ്മെന്റ്സ് ഉണ്ട്, തുടക്കം മുതലേ ഉണ്ട്. ഇങ്ങനെ പതുക്കെ കയറി വരും. ക്ലൈമാക്സ് എൻ്റെ പൊന്നോ, ക്ലൈമാക്സ് ഇങ്ങനെ ഭയങ്കര മാസ് ക്ലൈമാക്സ്, അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് അല്ല, ഒരു വെറൈറ്റി ക്ലൈമാക്സ് ആണ്. ഭയങ്കര ഒരു സട്ടിലാണ്, സോഫ്റ്റ് ആണ്, എന്നാൽ ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആവും, നൊസ്റ്റ് അടിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എന്താ പറയുക, ഇന്നേ വരെ നികത്താൻ പറ്റാത്തൊരു മിസ്സിങ് ആണ് മൈക്കിൾ ജാക്സൺ എന്നുള്ള ഒരു പുള്ളി പോയതിനു ശേഷം ആ ഒരു സ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു മിസ്സിങ് ഫീലിംഗ് നമുക്കുണ്ട്. അതൊക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുകയാണ്, ഭയങ്കരമായിട്ട്. പിന്നെ ബ്രില്യൻ ഡയറക്ഷൻ എന്ന് പറയാൻ വേറൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ അറിയാം, യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും കോപ്പിറൈറ്റിൻ്റെ ഒരു സാധനം അടിച്ച് കയറ്റി തരും. അപ്പം ഡയറക്ടർ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ മൈക്കിൾ ജാക്സന്റെ പാട്ടുകൾ അല്ലെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ആ ഒരു പോപ്പ് സംഗീതത്തിന്റെ ഫീല് കിട്ടുന്ന വിധത്തിൽ സിനിമ മുന്നോട്ട് പോകുന്നുമുണ്ട്. എന്നാൽ കോപ്പിറൈറ്റ് അടിക്കുകയില്ല. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അറിയാം. ഇതൊന്നും സ്പോയിലറൊന്നും അല്ല, കാരണം എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ബ്രില്യൻ സിനിമ. അഭിനയിച്ചിരിക്കുന്ന പിള്ളേരാണെങ്കിലും കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള പിള്ളേരാണ്. പിന്നെ കുറേയൊക്കെ പുതുമുഖങ്ങളാണ്. പിന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഡാൻസ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരു ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നിട്ട് നിർത്തി വെച്ച കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും സിനിമ. എന്താ പറയുക, മസ്റ്റ് വാച്ചാണ്. ഒരു വെറൈറ്റി പടമാണ്. ഞാൻ സത്യമായിട്ട് ഇങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. ആ ഒരു 80s കാലഘട്ടം 90s കാലഘട്ടം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി, വേറെ ലെവൽ. ഫാമിലിക്ക് എല്ലാവർക്കും. തിയേറ്ററിൽ നമ്മൾ കയറിയപ്പോൾ തിരക്ക് കുറച്ച് കുറവായിരുന്നു, എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു നല്ല ഫുള്ളായിരിക്കും, കാരണം ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ തിരക്ക് കുറവായിരുന്നു. ഇനി വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും
ഭാവി ദിനങ്ങളിൽ എന്തായാലും അത് ഭയങ്കര തിരക്കിലോട്ട് പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അത്ര നല്ല മൂവി. അവസാനം നമ്മൾ തിയേറ്ററിൽ ആ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എല്ലാവരും കൈ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി സിനിമയാണ്. വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു സീനും ഇല്ല. സൂപ്പർ.